Flavors of AB Kitchen. അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു ഓറഞ്ച് കേക്കാണ്. ഞാനിവിടെ ടീ കേക്കായിട്ടാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബേസിക് കേക്കായിട്ട് തയ്യാറാക്കിയിട്ട് ഐസിങ് ഒക്കെ ചെയ്തെടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റിയായ ഒരു കേക്കാണിത്. നല്ല സോഫ്റ്റുമാണ്. പിന്നെ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രീ ഹീറ്റ് ചെയ്യാൻ ഞാൻ ഗ്യാസ് സ്റ്റോപ്പിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രീ ഹീറ്റ് ചെയ്യാൻ ഞാനൊരു കടായി വെച്ചിട്ടുണ്ട്. പിന്നെ കേക്ക് ടിന്നും റെഡിയാക്കി വെക്കണം. അതിന് ശേഷം മാത്രമേ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാവൂ. ഇനി നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 1 നുള്ളു ഉപ്പും ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് 1/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് പട്ടയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ചെറുതായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന എഗ്ഗിലേക്ക് നമുക്ക് കുറേശ്ശെ പഞ്ചസാര ചേർത്ത് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല ഫ്ലഫി ആയിട്ട് കിട്ടുന്നിടം വരെ ബീറ്റ് ചെയ്തെടുക്കാം. കുറേശ്ശെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കൂടെ നമുക്ക് കുറേശ്ശെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി കേക്കിലേക്ക് വേണ്ടത് ഓറഞ്ചിൻ്റെ തൊലിയാണ്. ഒരു ചെറിയ കത്തി ഉപയോഗിച്ച് ചെറുതായിട്ട് നൈസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അതിൻ്റെ വൈറ്റ് പോർഷൻ ഒന്നും പെടാത്ത രീതിയിൽ. വൈറ്റ് പോർഷൻ പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ കേക്കിനൊരു കയ്പ്പ് വരും. ഇതിടുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ഓറഞ്ചിൻ്റെ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓറഞ്ചിൻ്റെ എസൻസ് ചേർത്ത് കൊടുക്കാം. കേക്കിന് നല്ലൊരു ഡാർക്ക് കളറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഓറഞ്ച് കളറും ചേർത്ത് കൊടുക്കാം. പക്ഷേ ഇത് രണ്ടും ഞാൻ ചേർക്കുന്നില്ല. ഇനി നമുക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇനി ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കാം. 1 കപ്പ് മൈദ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എന്നിവ ചേർത്ത് നന്നായിട്ട് 2-3 പ്രാവശ്യം അരിച്ചെടുത്ത് വെക്കാം. ഇവിടെ ഞാൻ ടീ കേക്കായിട്ടാണ് യൂസ് ചെയ്യുന്നത് കാരണം കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയും കുറച്ച് കാഷ്യൂ എടുത്തൊന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മൈദയും ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെച്ചതാണിത്. ഇനി വേണ്ടത് ഈ കേക്കിലേക്കുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റായ ഓറഞ്ച് ജ്യൂസാണ്. അത് 1/2 കപ്പ് വേണം. ഒരു ഓറഞ്ച് എടുത്ത് പിഴിഞ്ഞെടുത്തതാണിത്. എന്നിട്ട് അരിച്ചെടുത്ത് വെച്ചതാണ്. ഇനി നമ്മുടെ മുട്ടയുടെ മിക്സിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. 2-3 പ്രാവശ്യമായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ബീറ്റർ ഉപയോഗിക്കുന്നില്ല, സ്പാച്ചില വെച്ച് മിക്സ് ചെയ്യുവാണ്. ചിലപ്പോൾ ബീറ്റർ വെച്ച് മിക്സ് ചെയ്താൽ ഈ ഫ്ലഫി ആയിട്ട് വന്നതങ്ങ് പോയിട്ട് നമ്മുടെ കേക്കങ്ങ് ഹാർഡ് ആവാൻ ചാൻസ് ഉണ്ട്. 1-2 പ്രാവശ്യം എനിക്ക് അങ്ങനെ സംഭവിച്ചു. അതുകൊണ്ട് ഞാൻ സ്പാച്ചില വെച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇത് എല്ലായിടത്തും ഒന്ന് മിക്സായി കഴിയുമ്പോൾ ബാക്കി ഓറഞ്ച് ജ്യൂസും കൂടെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ട്യൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് എല്ലായിടും എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ കേക്ക് ടിന്നൊക്കെ ആദ്യമേ റെഡിയാക്കി വെക്കണം എന്ന്. അപ്പോൾ ബാറ്റർ റെഡിയായി വരുന്ന ഉടനെ നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇനി നമുക്ക് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്യാം. ഒരു 3-4 പ്രാവശ്യം ഇങ്ങനെ ടാപ്പ് ചെയ്തെടുക്കാം. നേരത്തെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കടായിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. മൂടി വെച്ച് ഒരു 40 മിനിറ്റൊക്കെ ബേക്ക് ചെയ്തെടുക്കാം. എനിക്കിവിടെ ബേക്ക് ചെയ്യാനെടുത്ത സമയം 40 മിനിറ്റ്സ് ആണ് കേട്ടോ. ഇവിടെ 40 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബേക്കായി വന്നിട്ടുണ്ട്. നല്ല അത്യാവശ്യം ഹൈറ്റിൽ നല്ല സോഫ്റ്റി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് കേട്ടോ ഞാൻ എടുത്തത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇൻഷാല്ലാ പുതിയൊരു വീഡിയോയുമായി കാണാം. അസ്സലാമു അലൈക്കും.